ഹലോ, എൻ്റെ പേര് ഗോപിക. ഞാൻ ഇവിടെ വന്നിട്ട് ഒത്തിരി നാളൊന്നും ആയില്ല. എങ്കിലും എനിക്ക് കുറേ എൻക്വയറീസ് ഒക്കെ വന്നു. എങ്ങനെ ഇവിടെ വന്നേ, സ്റ്റുഡൻറ് വിസയിലാണോ അതോ വർക്ക് വിസയിലാണോ, അപ്പോൾ ഏതെങ്കിലും ഏജൻസി അറിയാമോ? ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പുതുതായിട്ട് സ്റ്റാർട്ടൊക്കെ ചെയ്തു. എന്നാലും കുറച്ച് അധികം ഫോളോവേഴ്സ് ഒന്നും ഇല്ല. എന്നാലും അതിനേക്കാളും കൂടുതൽ എൻക്വയറീസ് ഒക്കെ വന്നു. കുറേ പേര് മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചു, ചേച്ചി എങ്ങനെ വന്നേ, ഫിൻലൻഡിൽ പോകുന്നത് എങ്ങനെയാന്നൊക്കെ ചോദിച്ച്. അതുകൊണ്ട് ഞാനും അങ്ങനൊരു ഇതൊരു കണ്ടന്റ് ആണല്ലോ എന്നൊക്കെ ഓർത്ത് ഞാനൊരു വീഡിയോ ഇടാന്നൊക്കെ വിചാരിച്ചു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് കുറേ വീഡിയോ നോക്കി ഇതിനെപ്പറ്റി, എങ്ങനെയുണ്ട് ഇവിടുത്തെ ലൈഫ്, സ്റ്റുഡൻറ് ലൈഫ്, വർക്ക് ലൈഫ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അധികമൊന്നും കിട്ടിയില്ല. അപ്പം മേ ബി ഞാനിങ്ങനെ പറയുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആയാൽ അത് നല്ലതല്ലെന്ന് ഓർത്ത് ഞാനിപ്പം വീഡിയോ ചെയ്യുക. എനിക്കങ്ങനെ പറയാനൊന്നും അറിയത്തില്ല, എന്നാലും എൻ്റെ മാക്സിമം ഞാൻ പറഞ്ഞു തരാം. ഞാൻ എൻ്റെ കാര്യം തന്നെ ആദ്യം പറയാം. ഞാൻ വന്നത് സ്റ്റുഡൻറ് വിസയിൽ തന്നെയാണ്. അത് എൻ്റെ ഒരു റിസർച്ച് ബേസ്ഡ് കോഴ്സാണ് ഞാനിപ്പോൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ബയോളജി ഓഫ് എൻവയോൺമെൻറ്റൽ ചേഞ്ച്. അത് ഇവിടെ ജോഹൻസ്ബർഗ് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റേൺ ഫിൻലൻഡിലാണ്. എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയായിരുന്നു. അങ്ങനെ കിട്ടി വന്നതാണ്. ഞാൻ ഏകദേശം അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാൽ ജാനുവരിയിൽ അപ്ലൈ ചെയ്തത്. അത് ഏകദേശം 50 ഡേയ്സ് 20 ഡേയ്സ് ഒക്കെ ഉള്ളൂ നമുക്ക് ആപ്ലിക്കേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു 8 മാസം എടുത്തു വിസ കിട്ടാൻ, അതെ ഇവിടെ വരാനൊക്കെ. പിന്നെ ഇതിന് റിസൾട്ട് അറിയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് ഒരു 3 മാസം 4 മാസം ഒക്കെ വെയിറ്റ് ചെയ്തു. പിന്നെ അതെനിക്ക് ഞാൻ അത്ര പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, കിട്ടുമോ സ്കോളർഷിപ്പ് കിട്ടുമെന്നൊക്കെ ഉള്ളത്. പിന്നെ അത് വെച്ച് കഴിഞ്ഞ് വിസയുടെ റിസൾട്ട് ആ ഒരു ഡിസിഷൻ വരാനുള്ള സമയത്താണ് ഞാൻ കൂടുതൽ ടെൻഷൻ അടിച്ചതൊക്കെ. വരുമോ ഇല്ലയോ എങ്ങനെയാന്നൊക്കെ ഓർത്ത്. നമ്മൾ അക്കൗണ്ടിലും ഇങ്ങനെയൊക്കെ മണി അങ്ങനത്തെ സംഭവമൊക്കെ കാണിക്കണമായതുകൊണ്ട് പിന്നെ ഇത്ര നാളും കുറേ നാളായിട്ട് വെയിറ്റും ചെയ്യുന്നതല്ലായിരുന്നു. അപ്പം ഞാൻ കുറേ ടെൻഷൻ അടിച്ചു. അപ്പോൾ സ്റ്റുഡൻറ് വിസയിൽ വരുന്നവരെ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് ജാനിലായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ ജാനിലാണ് അപ്ലൈ ചെയ്തത്. ഏകദേശം 15-20 ദിവസം മാത്രമേ ഉള്ളൂ ആപ്ലിക്കേഷൻ ടൈം എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ച് ഈ ഇൻ്റർവ്യൂ ക്രൈറ്റീരിയയും അതെല്ലാം വേരി ആകും. അത് പ്രിപ്പയർ ചെയ്യണം ആപ്ലിക്കേഷന് കൂടെ തന്നെ. പിന്നെ നാട്ടിൽ കുറേ ഏജൻസീസ് ഉണ്ട്. അത് നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇതൊക്കെ അനുസരിച്ച് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്താൽ മതി. എനിക്ക് ആപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 മാസമൊക്കെ എടുത്തു അതിൻ്റെ റിസൾട്ട് വരാൻ, ഡിസിഷൻ എങ്ങനെയാണെന്നൊക്കെ. അപ്പം റിസൾട്ട് വന്ന് ഒരു 2 വീക്സിനുള്ളിൽ തന്നെ നമ്മൾ അടുത്ത വിസയ്ക്കുള്ള കാര്യങ്ങളെല്ലാം, ഡോക്യുമെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കണം. നമ്മുടെ മെയിനായിട്ട് ഷോ മണി കാണിക്കണം. ഏകദേശം സ്റ്റുഡൻസിന് ഒരു 10 lakh അടുത്ത് കാണിക്കണം അക്കൗണ്ടിൽ. 3 to 6 months ആണ് കാണിക്കേണ്ടത്. ഇങ്ങനെ സൈറ്റിൽ അങ്ങനെയാണ്, മൈഗ്രിയുടെ സൈറ്റിൽ വെബ്സൈറ്റ് ഉണ്ട് ഇതിന്. നമുക്ക് അതിനൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസ് എല്ലാം പറയുന്നുണ്ട്. അപ്പം നമ്മളത് അതപ്പം അതിലങ്ങനെ 3 to 6 months ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 2 months ഒക്കെ ആയപ്പോഴേ ആപ്ലിക്കേഷൻ വിസയ്ക്കുള്ളത് ഫയൽ ചെയ്തായിരുന്നു. ബിക്കോസ് അതിന് ഡിസിഷൻ വരാൻ ചിലപ്പം ലേറ്റ് ആകും എന്നൊക്കെ കേട്ടപ്പം ഞാൻ ആ ഒരു ഇതിൽ VFSൽ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്തു. നമ്മുടെ അവിടെ ഇന്ത്യയിൽ ഡൽഹിയിലാണ് VFS അപ്പോയിൻമെൻറ്റ് ഉള്ളത്. അപ്പം നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ ബയോമെട്രിക്സ് എല്ലാം സബ്മിറ്റ് ചെയ്യണം. അതിന് ചിലപ്പോൾ അവിടെ ഇൻ്റർവ്യൂ കാണും. നമ്മുടെ സ്റ്റുഡൻസിന് പ്രത്യേകിച്ച് അവിടെ ഞാൻ അന്ന് ചെന്നപ്പോൾ എല്ലാവർക്കും തന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് എനിക്ക് അത്ര കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ വിസ കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് കുറേ നാൾ വെയിറ്റ് ചെയ്തു ഇങ്ങനെ റിസൾട്ട് വരാൻ. അപ്പം നല്ല ടെൻഷൻ അടിച്ചു. നമ്മൾ ഇത്രയും അക്കൗണ്ടിൽ ഇങ്ങനെ കാണിച്ചു, പിന്നെ കുറേ ഡോക്യുമെൻറ്റ്സ് അതിന് വേണ്ടി ഇങ്ങനെ പുറകെ നടന്നപ്പം ലേറ്റ് ആയപ്പോൾ എന്താ ഇങ്ങനെ വരാത്തതെന്നൊക്കെ പറഞ്ഞ് അത് കുറേ ടെൻഷൻ അടിച്ചു. വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞാണ് എനിക്ക് ഡിസിഷൻ വന്നത്. പിന്നെ അപ്പം തന്നെ പെട്ടെന്ന് പോരേണ്ടി വന്നു. ഓൾറെഡി എൻ്റെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഓഗസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോരേണ്ടി വന്നു. പിന്നെ അക്കോമഡേഷൻ അതൊക്കെ പെട്ടെന്ന് എടുത്ത് അങ്ങനെ ഇവിടെ എത്തി. നാട്ടിലെ പോലെ അങ്ങനെ എന്നും ക്ലാസ് ഒന്നും ഇല്ല ഇവിടെ. ഇടയ്ക്കൊക്കെ യൂണിവേഴ്സിറ്റി ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി.
പിന്നെ ഞാൻ എൻ്റെ സമയം പോലെയൊക്കെ വീഡിയോ ചെയ്യാം. ഒരാൾക്കെങ്കിലും അത് യൂസ് ആയാൽ നല്ല കാര്യമല്ലേ എന്നൊക്കെ ഓർത്ത് ഞാൻ വീഡിയോ ചെയ്യാം. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. കാരണം ഞാനിത് ചെയ്യുമെന്ന് അങ്ങനെ പരിചയമില്ല. പിന്നെ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ നല്ല കാര്യമാണെന്ന് ഓർത്ത് ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ. എൻ്റെ വോയിസ് ക്ലിയർ ആയില്ലെങ്കിൽ പറയണം. ഞാൻ കുറേ തവണ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചു ഒന്നും കൂടെ വോയിസ് ക്ലിയർ ആക്കാൻ. പക്ഷേ വിള്ളൽ വീഴുമായിട്ട് നിർഭാഗ്യവശാൽ പറ്റിയില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.